കൂലി ഈ വർഷം കാത്തിരുന്ന പടങ്ങളിൽ ഒന്നായിരുന്നു കൂലി. കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഏർലി മോർണിംഗ് ഷോ തന്നെ ഉണ്ടായി. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച കൂലി തുടങ്ങുന്നത് കിങ് പിൻ എന്ന കമ്പനിയുടെ ദുരൂഹത നിറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നാണ്. സൗബിൻ ഷാഹിറിൽ നിന്ന് ആണ് പടം പ്രധാനമായും ആരംഭിക്കുന്നത്. സൗബിൻ ഷാഹിറിന് പടത്തിൽ നല്ല സ്ക്രീൻ സ്പേസും ഇമ്പോർട്ടൻസും ഉണ്ട്. സൗബിൻ തന്നെയാണ് ഒന്നാം പകുതിയുടെ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത്. സൗബിനെ കിടിലനായി തന്നെ ലോകേഷ് ഉപയോഗിച്ചതായി തോന്നി. സിനിമയിൽ ഉടനീളം നോക്കിയാലും ശക്തമായ ക്യാരക്ടർ തന്നെയാണ് സൗബിൻ്റേത്. അത് കഥാപാത്രത്തിൻ്റെ ശൗര്യത്തോടെ തന്നെ അദ്ദേഹം ചെയ്തു ഫലിപ്പിച്ചു. സൗബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സൗബിൻ്റെ വയലൻസ് സീനുകളും അയാളുടെ കൗശലം നിറഞ്ഞ രംഗങ്ങളും മോണിക്ക സോങ്ങും ഒക്കെ തന്നെ സൗബിൻ കയ്യടി നേടുന്ന തരത്തിൽ ചെയ്തു ഫലിപ്പിച്ചു. രജനീകാന്ത് സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നല്ല എനർജി ലെവൽ തന്നെ പിടിച്ച് ചെയ്തു. ആക്ഷൻ രംഗങ്ങളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പുള്ളിക്കിടലിനായി തന്നെ ചെയ്തു. നാഗാർജുന മുമ്പ് പറഞ്ഞു കേട്ട പോലെ തന്നെ പടത്തിൽ വില്ലനാണ്. ഒന്നാം പകുതിയിലും ഇൻട്രൊഡക്ഷൻ രംഗങ്ങളിലും ഒക്കെ മാരക ലുക്കിലും പവറിലും ആണ് നാഗാർജുനയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കിങ് പിൻ എന്ന കമ്പനിയുടെ കാണാക്കഥകളിലേക്ക് രജനീകാന്തിൻ്റെ കഥാപാത്രം കടന്നു ചെല്ലാൻ സാഹചര്യം ഉണ്ടാകുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളും ആണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഓണർ ആയി നാഗാർജുനയും അയാളുടെ സഹായിയായി സൗബിൻ ഷാഹിറും എത്തുന്നു. സത്യരാജ് രജനിയുടെ ആത്മസുഹൃത്തായി വേഷമിട്ടിരിക്കുന്നു. പക്ഷേ അവർ തമ്മിൽ കോമ്പിനേഷൻ രംഗങ്ങൾ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. സത്യരാജിൻ്റെ കഥാപാത്രം ശക്തമാണെന്നിരിക്കലും രജനിയുടെ ഒരു സപ്പോർട്ടിംഗ് റോൾ മാത്രമേ മൊത്തത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിന് വരുന്നുള്ളൂ. രണ്ടാം പകുതിയിൽ എത്തുമ്പോൾ പഴയ മലയാളം പടം കൗരവറിൽ ഒക്കെയുള്ള പോലെ സമാനമായ ഒരു ഇമോഷണൽ എലമെൻറ്റ് കഥയിൽ ചെറുതായി സൂചിപ്പിക്കുന്നു. ഉപേന്ദ്രയ്ക്ക് സംഭാഷണങ്ങളും സീനുകളും കുറവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തിയേറ്റർ പ്രസൻസ് അതിഗംഭീരമായി തന്നെ തോന്നി. നല്ല ചെറുപ്പം പുള്ളിക്ക് ഫീൽ ചെയ്തു. ലോകേഷിൻ്റെ മുൻപത്തെ പടങ്ങളിലെ പോലെ മൊത്തം ഡാർക്ക് രംഗങ്ങൾ അല്ല കൂലിയിൽ ഉള്ളത്. ബ്രൈറ്റ്നസ് കൂടിയ പകൽ രംഗങ്ങളും കളർഫുൾ ഏരിയകളും സിനിമയിൽ വരുന്നു. ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് എന്ന് പറയാനുള്ള ശ്രുതി ഹസനാണ്. ത്രൂ ഔട്ട് റോൾ അവർ ഭംഗിയായി തന്നെ ചെയ്തു ഫലിപ്പിച്ചു. കൂലിയിൽ ആക്ഷൻ രംഗങ്ങൾ ഒരുപാടുണ്ടെന്നിരിക്കലും മാസ് രംഗങ്ങൾ പൊതുവെ കുറവായി തോന്നി. അനിരുദ്ധിൻ്റെ സംഗീതം ആണ് മിക്കയിടത്തും മാസ് ഫീലിംഗ് തോന്നിപ്പിച്ചത്. മോണിക്ക സോങ് തന്നെയാണ് മെയിനായും പടത്തിൽ ഓർക്കാൻ പറ്റിയ പാട്ട്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പതിവ് പോലെ തന്നെ അതുവരെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന മെയിൻ വില്ലനെ നായകൻ ഇല്ലാതാക്കുന്നതും ഇനി ഒരാൾ വരാൻ ഉണ്ടെന്ന സന്ദേശവും വരുന്നു. ആമിർ ഖാൻ അവസാനത്തോടെ പടത്തിൽ എൻട്രി ആകുന്നു. നമ്മുടെ ഖുറേഷിയൊക്കെ വരുന്ന പോലെ അൺനോൺ ലൊക്കേഷനിൽ അയാളുടെ ഗംഭീര ഇൻട്രൊഡക്ഷൻ വരുന്നു. പക്ഷേ ഇൻട്രോ കഴിഞ്ഞതോടെ രജനിയുടെ മുകളിൽ കൊണ്ടുപോകാതെയും താഴെ കൊണ്ടുപോകാതെയും ആമിർ ഖാനെ നിർത്തണം എന്നുള്ളത് കൊണ്ടാകാം തമാശയൊക്കെ പറയുന്ന ആമിർ ഖാനെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ലോകേഷ് കനകരാജിൻ്റെ മുൻപത്തെ പടത്തിൽ സൂര്യ വന്ന് ആ പടത്തിനെ ബൂസ്റ്റ് ചെയ്ത ഔട്ട്പുട്ട് ഒന്നും തന്നെ ആമിർ ഖാൻ്റെ വരവിന് കിട്ടിയില്ല എന്ന് തന്നെയാണ് തോന്നിയത്. മൊത്തത്തിൽ ഒരു തമിഴ് മാസ് മസാല ആക്ഷൻ പടമായി കൂലി അനുഭവപ്പെട്ടു. സൗബിൻ വളരെ നന്നായി ആടിത്തിമിർത്തു എന്ന് തന്നെ പറയാം. ലോകേഷിൻ്റെ പടങ്ങളിൽ കൈദിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ വേവ് ലെങ്ത്തിൽ കൂലി എത്തിയില്ല എങ്കിലും ഒരു നല്ല എൻ്റർടൈനർ ആയി തോന്നി.